കപടസന്യാസിയെ ചാണക്യൻ തിരിച്ചറിഞ്ഞ രഹസ്യം. നെവർ ട്രസ്റ്റ് അപ്പിയറൻസസ്. നമസ്കാരം. ചാണക്യൻ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മാത്രമല്ല, അത് സംരക്ഷിക്കുന്നതിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. ഒരു രാജാവ് എപ്പോഴും ജാഗരൂകനായിരിക്കണം, പ്രത്യേകിച്ച് തന്റെ രാജ്യത്തിനകത്ത്. കാരണം ഏറ്റവും വലിയ ശത്രുക്കൾ വരുന്നത് പലപ്പോഴും പുറത്തുനിന്നല്ല, അടുത്ത സുഹൃത്തുക്കളോ വിശ്വസ്തരെന്നോ തോന്നിക്കുന്നവരുടെ വേഷത്തിലാണ്. പുറമേയുള്ള ആൾക്കാരെ വിശ്വസിക്കരുത്, അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും നിരീക്ഷിക്കണം എന്ന വലിയ പാഠം ചാണക്യൻ ലോകത്തിന് നൽകിയ ഒരു കഥയാണിത്. ഡബിൾ ക്വോട്ട്. 2. ശത്രുവിന്റെ തന്ത്രം. ദ എനിമീസ് സ്ട്രാറ്റജി. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ ഭരണം ഏറ്റെടുത്ത ശേഷം അയൽരാജ്യങ്ങളിലെ പല രാജാക്കന്മാർക്കും അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയയുണ്ടായിരുന്നു. അവർ ചന്ദ്രഗുപ്തനെ ഇല്ലാതാക്കാൻ രഹസ്യമായി തന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ ഒരു ശത്രുരാജാവ് ഒരു കൗശലക്കാരനായ ചാരനെ അയച്ചു. അയാൾ ആയോധനകലകളിലും കൂടാതെ വേഷപ്രച്ഛന്നനാകുന്നതിലും വിദഗ്ധനായിരുന്നു. അയാൾ കൊട്ടാരത്തിലേക്ക് കടന്നുവന്നത് വലിയൊരു യോഗിയോ സന്യാസിയോ എന്ന രൂപത്തിലാണ്. ഭയങ്കരമായ അറിവും ആത്മീയമായ ശാന്തതയും തന്റെ രോഗങ്ങൾ മാറ്റാനുള്ള കഴിവുമെല്ലാം അയാൾ പ്രകടിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ചക്രവർത്തിയായ ചന്ദ്രഗുപ്തനും കൊട്ടാരത്തിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും അയാളിൽ വിശ്വാസമായി. അയാൾ കൊട്ടാരത്തിൽ ഒരു സ്ഥിര താമസക്കാരനായി മാറി. എപ്പോഴും ചക്രവർത്തിക്ക് അടുത്തുതന്നെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഈ സന്യാസിയെ വിശ്വാസമായിട്ടും ചാണക്യൻ മാത്രം അകലം പാലിച്ചു. ചാണക്യന്റെ കണ്ണ് ചതിക്കില്ല. അദ്ദേഹം ആ കപടസന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സന്യാസി എന്ന് പറയുന്നയാൾക്ക് യഥാർത്ഥ സന്യാസിയുടെ ലക്ഷണമില്ലെന്ന് ചാണക്യൻ മനസ്സിലാക്കി. ഒരു യഥാർത്ഥ സന്യാസിക്ക് ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമുണ്ടാകില്ല. പക്ഷേ ഈ സന്യാസി ശുചിത്വത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ പതിവായി കഴുകുന്നു, ശരീരം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ശുദ്ധമാക്കുന്നു. മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും തന്റെ ആത്മീയ ചടങ്ങുകളിൽ ചില ലഘുവായ പിഴവുകൾ വരുത്തി. ഈ ചെറിയ കാര്യങ്ങൾ ചാണക്യനെക്കൊണ്ടുറപ്പിച്ചു, ഇയാൾ നമ്മൾ കരുതുന്നയാളല്ല. കൊട്ടാരത്തിലെ അന്തരീക്ഷം ഇയാളുടെ ആക്രമണത്തിന് എളുപ്പമുള്ള ലക്ഷ്യമായി മാറിയിരിക്കുന്നുവെന്ന് ചാണക്യൻ ഭയന്നു. സന്യാസിയുടെ കപടവേഷം തുറന്നുകാട്ടാൻ ചാണക്യൻ ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്തു. അടുത്ത ദിവസം ചക്രവർത്തിക്ക് കഴിക്കാനായി വച്ചിരുന്ന ഭക്ഷണത്തിനരികിൽ കാണാൻ മനോഹരവും എന്നാൽ വിഷമുള്ളതുമായ ഒരു ഫലം ചാണക്യൻ കൊണ്ടുവച്ചു. ഈ ഫലത്തിന് വിഷമുണ്ടെന്ന് സാധാരണക്കാർക്കറിയില്ല. എന്നാൽ നാട്ടറിവുള്ള ഒരു യഥാർത്ഥ സന്യാസിക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് ചാണക്യൻ സന്യാസിയോട് ചോദിച്ചു, യോഗിവര്യ, ഈ ഫലം ചക്രവർത്തിക്ക് നല്ലതാണോ? സന്യാസി തന്റെ വിദ്യയെക്കുറിച്ച് ധാർഷ്ട്യത്തോടെ സംസാരിച്ച ശേഷം ആ ഫലമെടുത്തു. എന്നാൽ വിഷമുള്ള ആ ഫലം ചക്രവർത്തിയെ കൊല്ലാൻ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി അയാൾ കണ്ടു. ഒരു സന്യാസിയുടെ ഭാവം വിട്ട് അയാൾ പെട്ടെന്ന് ആ ഫലമെടുത്ത് ചക്രവർത്തിയുടെ ഭക്ഷണത്തിലേക്ക് എറിയാൻ ശ്രമിച്ചു. എന്നാൽ അത് ചാണക്യന്റെ കെണിയായിരുന്നു. ചാണക്യൻ ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അയാൾ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. സന്യാസിയുടെ ഭാവം മാറിയതും ആയുധമെടുക്കാൻ ശ്രമിച്ചതും കണ്ട ചാണക്യന്റെ പടയാളികൾ ഉടൻ തന്നെ അയാളെ പിടികൂടി. അയാൾ ചക്രവർത്തിയെ കൊല്ലാൻ വന്ന ചാരനാണെന്ന് തെളിഞ്ഞു. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. നമ്മുടെ ലക്ഷ്യത്തിന് നേരെ വരുന്ന തടസ്സങ്ങൾ എപ്പോഴും വലിയ രൂപത്തിലായിരിക്കണമെന്നില്ല. ഒരൊറ്റ ചെറിയ സംശയം, ഒരു ചെറിയ അച്ചടക്കമില്ലായ്മ, അല്ലെങ്കിൽ ഒരാളുടെ ചെറിയ പെരുമാറ്റരീതി, ഇവയെല്ലാം ഒരു വലിയ ചതിയുടെ സൂചനയായിരിക്കാം. വിജയം നേടണമെങ്കിൽ പുറംമോടിയിൽ വിശ്വസിക്കാതെ ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മമായ നിരീക്ഷണവും ജാഗ്രതയും പുലർത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഈ കഥ പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.